നാളത്തെ മിഅ്റാജിന്റെ നോമ്പിന് മറ്റാർക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായ കൂലി നിങ്ങൾക്ക് കിട്ടണം. ഒന്ന് ശ്രദ്ധിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ മിഅ്റാജിന്റെ നോമ്പിന്റെ ദിവസമാണ്. ഇന്ന് രാത്രി മിഅ്റാജിന്റെ രാവാണ്, ഏറ്റവും പുണ്യമായ ഒരു രാവ്. എന്നാൽ നാളത്തെ രാവിലത്തെ നോമ്പ് അതിന് ഒരു പക്ഷേ മറ്റു പലരും അശ്രദ്ധമാകുന്ന, എന്നാൽ ഇങ്ങനെയൊക്കെ കൂലി നേടിയെടുക്കാൻ കഴിയുന്ന ഒരവസരം നിങ്ങൾക്കുണ്ട്. നിങ്ങളിത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും, മനസ്സിലാകും. ഞാൻ ആദ്യം നാളത്തെ നോമ്പിന്റെ ഒരു പ്രതിഫലം ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് മിഅ്റാജിന്റെ നോമ്പ് ഏറ്റവും പുണ്യമായ നോമ്പ്, അത് റജബിലാണല്ലോ. റജബിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നിരവധി നേട്ടങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കാം. നമുക്കൊക്കെ അറിയുന്നതായിരിക്കും. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവും മുത്തുനബിയും ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. മുത്തുനബി ഒരു ഖബറിന്റെ അരികിലെത്തിയപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് മുത്തുനബി കരയാൻ തുടങ്ങി, കരഞ്ഞു, കണ്ണീരൊലിച്ചു. എന്നിട്ട് മുത്തുനബി സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സൗബാൻ, ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട്, സൗബാൻ, ഇവരൊന്ന് റജബിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പ് നോൽക്കുകയും രാത്രി ഒന്ന് നിന്ന് നിസ്കരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ശിക്ഷ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി നബിയോട് ചോദിച്ചു, നബിയെ, ഒരു ദിവസം റജബിൽ നോമ്പ് നോറ്റാൽ ഇവർക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അതേ സൗബാൻ, അവർ അന്ന് റജബിൽ ഒരു നോമ്പ് നോറ്റിരുന്നെങ്കിൽ, അവർ റജബിൽ ഒന്ന് നിന്ന് നിസ്കരിച്ചിരുന്നെങ്കിൽ രാത്രി, അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു. ഒരു വർഷത്തെ ഇബാദത്ത്, ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലമൊക്കെ രേഖപ്പെടുത്തുമായിരുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രയും പുണ്യമുള്ള നോമ്പാണ് എന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ നിയ്യത്ത് ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നാളെ മിഅ്റാജിൻ്റെ നോമ്പാണ്. അപ്പം മിഅ്റാജിൻ്റെ നോമ്പിന് നിയ്യത്ത് പ്രത്യേകമായി നിങ്ങൾ വെക്കണം. മിഅ്റാജിൻ്റെ നോമ്പ് ഞാൻ നോൽക്കുന്നതിന് സുന്നത്തായ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കണം. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു നിയ്യത്ത് ഒക്കെ ചേർത്തി വെക്കേണ്ടതാണ്. മറ്റൊന്ന്, റജബ് മാസത്തിലെ നോമ്പ്. റജബ് മാസം മുഴുവനായി നോമ്പ് നോൽക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ഫത്താവൽ കുബറയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റജബ് മാസത്തിലെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് രണ്ടാമത്തെ ഒരു നിയ്യത്ത്. അപ്പോൾ രണ്ട് നോമ്പിൻ്റെ കൂലിയായി. മൂന്നാമത്തത്, അയ്യാമു സൂദിൽപ്പെട്ട ദിവസമാണ് റജബ് 27 അറബി മാസം 27 അയ്യാമു സൂദിൽപ്പെട്ട ദിവസമാണ്. അയ്യാമു സൂദിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്തുണ്ട്. അപ്പോൾ മൂന്നെണ്ണമായി. ഒന്ന് മിഅ്റാജിൻ്റെ നോമ്പ്, രണ്ട് റജബിലെ നോമ്പ്, മൂന്ന് അയ്യാമു സൂദിലെ നോമ്പ്, നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ. അപ്പോൾ വ്യാഴാഴ്ചയുടെ നോമ്പിൻ്റെ സുന്നത്ത്. അഞ്ചാമത്തെ ഒരു കാര്യം, ചില ആളുകൾക്കൊക്കെ ഉണ്ടാകും, നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പ് കൂടി മനസ്സിലാക്കുക. 5 നോമ്പിൻ്റെ പ്രതിഫലം, ചില ആളുകൾക്ക് 4 നോമ്പിൻ്റെ പ്രതിഫലം. ഇത് ചിലർക്ക് ഇതൊന്നും കിട്ടില്ല, കാരണം ചിലർ ഒറ്റ നോമ്പിൻ്റെ നിയ്യത്ത് വെച്ച് നോമ്പ് നോൽക്കുന്നത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ രാത്രി ദുആക്ക് ഉത്തരമുള്ള രാത്രിയാണ്, ഏറ്റവും പുണ്യമായ രാത്രിയാണ്, രക്ഷപ്പെടാൻ കഴിയുന്ന രാത്രിയാണ്. ഞാനതിൻ്റെ മഹത്വങ്ങൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം വൈകിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പ്രത്യേകമായി നിങ്ങൾ ഇന്നത്തെ രാത്രി ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകമായി നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും.